രാജസ്ഥാനിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ പോലീസ് കൈ കാണിച്ചു. അപ്പൊ നമ്മൾ ചെക്കിങ്ങിനെ കയറിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഞെട്ടിക്കാൻ പോണേ ആക്സിലറേഷനിൽ. യു ലൈക്ക് ദ കാർ? അച്ഛാ जबरदस्त शानदार. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദയ്പൂരിലാണ്. ഉദയ്പൂരിലെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ്. രാവിലെയാണ്, മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ അല്ലെങ്കിൽ വാഹന ലോകത്ത് പലപ്പോഴും പല ട്രെൻഡുകളാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഹാച്ച് ബാക്ക് എന്നുമുണ്ട്. ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു വാഹന ആ ഒരു രൂപം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കോമ്പാക്ട് സെഡാൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉദയം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കാലം അങ്ങനെ ഗ്ലോറി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും ഡിസൈർ പോലുള്ള വണ്ടികളുണ്ട്, എന്നാലും അതങ്ങനെ അങ്ങ് അരങ്ങൊഴിഞ്ഞ് പോയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കോമ്പാക്ട് എസ് യു ആയിരുന്നു. കോമ്പാക്ട് എസ് യു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു ട്രെൻഡ് സെറ്ററായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കമ്പനികൾക്കും കോമ്പാക്ട് എസ് യു ഉണ്ട്, പിന്നെ എസ് യുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ സമയത്തും ഓരോ ട്രെൻഡുകളാണ് നമ്മുടെ വാഹന ലോകത്ത് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഈ ഒരു കാലത്ത് പുതിയൊരു വാഹന രൂപം അല്ലെങ്കിൽ വാഹന കാറ്റഗറി ഉദയം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് പുതിയ കാറ്റഗറി ഒന്നല്ല, അത് പഴയത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ വരാം. എന്നാലും ഞാൻ സംസാരിക്കുന്നത് എസ് യു വി കൂപ്പയെ കുറിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കർവ് ഇ വി ആണ്. ടാറ്റ കർവ് ഇ വി, ദ ഫസ്റ്റ് എസ് യു വി കൂപ്പെ ഇൻ ഇന്ത്യ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് കൗണ്ടർ ചെയ്യാനായിട്ട് സിട്രോൺ തങ്ങളുടെ ബസാൾട്ടിനെ 1-2 ദിവസം മുന്നേ ഇറക്കണ്ടായി. പക്ഷേ വണ്ടിയുടെ ആ ഒരു അനൗൺസ്മെൻറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വണ്ടി നമുക്ക് കർവിന് വിളിക്കാം, തെറ്റൊന്നുമില്ല. ടാറ്റ കർവ് എന്ന് പറയുന്ന വണ്ടി ഒരു എസ് യു വി കൂപ്പയാണെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു എസ് യു വി കൂപ്പ നമ്മളിവിടെ കേട്ടിട്ടുണ്ടല്ലോ. 2008 BMW തങ്ങളുടെ BMW X6 എന്ന് പറയുന്ന ഒരു കൂപ്പ ഇറക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ആദ്യത്തെ കൂപ്പ എന്നുള്ളതാണ് എൻ്റെ ആ ഒരു കാര്യങ്ങൾ അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ ആ ഒരു വണ്ടി എന്ന് പറയുന്നത് സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിൾ എന്നാണ് BMW വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ഇത് എസ് യു വി എന്ന് പറയുമ്പോൾ വ്യത്യസ്തമുണ്ട് ആ ഒരു വാക്കുകളിലൊക്കെ. പലപ്പോഴും ടേംസാണ് മാറുന്നത്. എന്തായാലും X6 എന്ന് പറയുന്ന വണ്ടി അധികം ആളുകൾ അങ്ങനെ സ്വീകരിക്കേണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കുറേ സെലിബ്രിറ്റികളൊക്കെ വാങ്ങുന്നുണ്ട്, അല്ലാണ്ട് ഒരുപാടൊരു ഹിറ്റാവാനൊന്നും ആ ഒരു വണ്ടി കഴിഞ്ഞിട്ടില്ല. അത് വില കൂടിയ വണ്ടിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സാധാരണക്കാരിലേക്ക് ഒരു കൂപ്പ എഡിഷൻ എത്തുമ്പോൾ ഇപ്പോൾ ബസാൾട്ട് ആണെങ്കിൽ 8 ലക്ഷം രൂപ താഴെയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഇത് 17,49,000 രൂപയ്ക്കാണ് ഇറങ്ങിയിരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ആ ഒരു ഐസ് വേർഷൻസ് എന്ന് വെച്ചാൽ പെട്രോൾ ഡീസൽ വേർഷൻസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്, കാരണം പുതിയ എഞ്ചിനൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ആ ഒരു സമയത്ത് പറയാം. ടാറ്റ മോട്ടോഴ്സ് ഇ വി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഒരു പുതിയ കാറ്റഗറി ബയേഴ്സിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ ടാറ്റ കർവ് ഇങ്ങനെ ഒരു കാറ്റഗറിയെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ തക്കവണ്ണം പ്രാപ്തമാണോ എന്ന് നോക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്കുള്ള സ്വാഗതം. ഇത് ടാറ്റ കർവാണ്, ടാറ്റ കർവ് ഇ വി ആണ്. വരൂ, നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ശരിക്കും എന്താണ് എസ് യു വി കൂപ്പ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ശരിക്കും അതൊരു റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ വലിയൊരു കാര്യമൊന്നുമല്ല. എസ് യു വിയുടെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റീസുള്ള ഒരു വണ്ടിക്ക് കൂപ്പയുടെ സ്റ്റൈലിംഗ് അത്രേ ഉള്ളൂ. കൂപ്പ എന്ന് പറയുമ്പോൾ പറയാമല്ലോ, ആ ഒരു കൂപ്പ സ്റ്റൈലിങ്ങുള്ള വണ്ടിയാണ്. അതാണ് എസ് യു വി കൂപ്പ. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 185 mm 190 mm ആണ്. 2 വേർഷൻസ് ഉണ്ട്. ആ വേർഷനിലേക്ക് ഞാൻ വരാം. രൂപത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ശരിക്കും നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബോണറ്റിൻ്റെ ഒരു കട്ടിങ് നോക്കി, അല്ലെങ്കിൽ ഒരു ഉയർന്നു നിൽക്കുന്ന ഭാഗം നോക്കി രണ്ട് സൈഡിലും, പിന്നെ ഈ ഒരു പാസഞ്ചർ സൈഡിൻ്റെ വൈപ്പറിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കിയാൽ ആ റൂഫിൻ്റെ ആ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഉരുണ്ടിരിക്കുന്ന ഷേപ്പ് നോക്കിയാൽ ഇതൊക്കെ നെക്സോണെ ഓർമ്മിപ്പിക്കുന്നില്ലേ? അപ്പോൾ നെക്സോണിൻ്റെ ഡിസൈൻ ക്യൂ പേറുന്ന ഒരു വണ്ടിയാണ് ടാറ്റ കർവ്. നെക്സോണിൻ്റെ മാത്രമല്ല, ടാറ്റ സഫാരിയുടെ, ടാറ്റ ഹാരിയറിൻ്റെ ഒക്കെ ഉണ്ട്. അതായത് ഒരു ഫാമിലി വണ്ടികൾക്കൊക്കെ തന്നെയും ഒരേ രൂപത്തിലേക്ക് എത്തുന്ന ഒരു കാര്യമാണെന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചിൽ കണ്ടു, ടാറ്റ ഇ വിയിൽ കണ്ടു, നെക്സോൺ ഇ വിയിൽ കണ്ടു. ഇതിന് ആ ഒരു വെൽക്കം അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ബൈ ആനിമേഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെയും ഫിമിലിയറാണ്. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിലും, ഈ ഒരു ഹെഡ്ലൈറ്റ് ആണെങ്കിലും, താഴെ കാണുന്ന 2 ആ ഒരു പോഡുകളുള്ള ഫോഗ് ലാമ്പ് ആണെങ്കിലും, ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു വരകളുള്ള ഡിസൈൻ എലമെൻറ്റും എല്ലാം ഫിമിലിയറാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി റോട്ടിലേക്ക് വരുമ്പോൾ ബ്ലെൻഡിനാവും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു ബാക്കിലെ കൂപ്പേ സ്റ്റൈലിംഗ് മാറ്റി നിർത്തിയാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികളുടെ കൂടെ ബ്ലെൻഡ് ആവാൻ തക്കവണ്ണം നല്ല ഡിസൈനാണ് ടാറ്റ കർവിന് എന്നുള്ളതാണ്. കൂപ്പേ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും വ്യത്യസ്തമായത് വശങ്ങളാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആ ഒരു കർവ് ചെയ്ത് വന്നിട്ടുള്ള ആ റൂഫ് ലൈനും, കൂടാതെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു
എലമെൻറ്റും വിൻഡോയുടെ എലമെൻറ്റൊക്കെ തന്നെയും കൂപ്പയുടെ ഡിസൈൻ എലമെൻറ്റായിട്ട് കാണാം. അപ്പോൾ എസ് യു വി കൂപ്പ എന്ന് പറയുമ്പോൾ ശരിക്കും എസ് യു വി കൂപ്പയുടെ ആയിട്ടുള്ള എസ് യു വിയുടെ എലമെൻറ്റുകൾ, അതായത് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇങ്ങനെ 4 വശത്തും ആ ഒരു ക്ലാഡിംഗ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിക്വസ്റ്റ് സെൻസറോട് കൂടിയ ഫ്ലഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ്. ഈ ഹാൻഡിലകത്ത് അവർ റിക്വസ്റ്റ് സെൻസർ കൊടുത്ത് നല്ല കാര്യമായിട്ട് തോന്നി. കൂടാതെ ഇത് ഫ്ലഷ് ആണ് എന്നുള്ളത് ഇപ്പോൾ EV ആണല്ലോ, അപ്പോൾ കോഫിഷ്യൻ ഡ്രാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള ഫ്ലഷ് ആയിട്ടുള്ള ഡിസൈൻസാണ് നല്ലതെന്ന് കേട്ടില്ലേ. എയറോ ഇൻസൈഡ് എന്ന് കേട്ടില്ലേ, വീലിലും ഉണ്ട്, അത് അതിലേക്ക് വരാം. പിന്നെ 360 ക്യാമറ പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അഡാസ് ലെവൽ 2 ആണ്. അതിനെക്കുറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ പറയുന്നത് അഡാസ് ലെവൽ 2 ആണ്. 20ഓളം ഫീച്ചേഴ്സിലുള്ള വണ്ടിയാണ് ഈ ഒരു കർവ് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് നെക്സോണിൻ്റെ ചായ തോന്നും. കൂടാതെ ഏറ്റവും വലിയ പനോരമിക് സൺറൂഫ് എന്ന് പറയാവുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും വലിയ പനോരമിക് സൺറൂഫാണ് കർവിലുള്ളത് എന്നുള്ളതാണ്. അലോയ് വീലിൻ്റെ ഡിസൈനുമുണ്ട് ആ ഒരു ഫിമിലാരിറ്റി. ഓക്കെ, ഈ ഒരു ഡിസൈനിൻ്റെ ഈ ഒരു ഹബ് ക്യാപ്പ് എന്ന് പറയുന്ന സംഗതി ആ ഒരു നെറ്റ് ബോൾട്ടുകൾ കാണാതിരിക്കാൻ മാത്രമല്ല എയറോ ഇൻസേർട്ട് കൂടിയാണ്. നമ്മൾ പറഞ്ഞ ആ ഒരു ഡ്രാഗിൻ്റെ കാര്യം. കൂടാതെ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട്, എയർ പോക്കറ്റ് ഉണ്ട്. അതിങ്ങനെ ആ ഒരു എയർ ഡ്രോ ചെയ്യും. ഈ ഒരു പ്ലാസ്റ്റിക് പീസ് ഊരി കഴിഞ്ഞാൽ ഒരു കൂടി ആ ഒരു അലോയ് പ്രോപ്പർ അലോയുടെ ലുക്ക് വരും. പക്ഷേ എയർ ഇൻസേർട്ട് വേണം. മുന്നിലും പിന്നിലും ഡിസ്ക്കാണ്. ഇനി 215/55 R18 ഇതിൻ്റെ അലോയ് വീലിൻ്റെ അല്ലെങ്കിൽ ടയറിൻ്റെ സൈസ് എന്നുള്ളതാണ്. അപ്പോൾ ടയറിൻ്റെ സൈസ് അലോയിൻ്റെ സൈസല്ല. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടോ, ഇതിന് 185 mm ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതിനെന്താണ് കാരണം? അതിന് കാരണമെന്ന് പറയുന്നത് ഈ വണ്ടിക്ക് 2 ബാറ്ററി പാക്ക് ഉണ്ട്, 45ഉം 55 kWh. അപ്പോൾ ഇത് 55 kWh ബാറ്ററി ഉള്ള മോഡലാണ്. അപ്പോൾ അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. ഇപ്പോൾ 45 ആണെങ്കിൽ അത് 190 mm ഓളമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളതാണ്. ടാറ്റ ഫാമിലിയിലെ മറ്റൊരു വണ്ടിയുടെ ആ ഒരു എലമെൻറ്റും കൂടെ കാണാം. ടിഗോറിൻ്റെ ആ ഒരു സ്പോയിലർ പോലൊരു ഭാഗം കാണാം. കൂടാതെ ഷാർക്ക് ഫിനാണ് ആൻറ്റന. ഇവിടെ ഡീഫോഗർ ഉണ്ട്. കൂപ്പെ ഡിസൈനിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഗ്ലാസ് ഏരിയ ആണെന്നുള്ളതാണ് ഉള്ളിൽ നോക്കുമ്പോൾ. പിന്നെ വൈപ്പർ ആവശ്യമില്ല. പക്ഷേ ഇവിടെ വലിയൊരു പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവ് എന്ന് പറയുന്നത് 500 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. ഈ 500 ലിറ്റർ ബൂട്ട് സ്പേസ് ആക്സസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല, കാരണം പവേർഡാണ് ഇപ്പോൾ ടെയിൽ ഗേറ്റ് എന്നുള്ളതാണ്. ഈ ഒരു പവേർഡ് ടെയിൽ ഗേറ്റിനകത്ത് നമുക്ക് 500 ലിറ്ററോളം ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ 60-40 സ്പ്ലിറ്റാണ്, ചൈൽഡ് സീറ്റ് എത്ര ഉണ്ട് എല്ലാം കാണാം. ഇവിടെ ഹുക്കുകളുണ്ട്, ഈ ഒരു ഹുക്കുകൾ കാണാം. ഇതെന്ന് പറയുന്നത് ആ ഒരു കബ്ബി ഹോളാണ്. എനിക്ക് തോന്നുന്നു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലൊരു വണ്ടിയാണിത്. ഇതിനകത്ത് ആവശ്യത്തിലധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 ആ ഒരു കബ്ബി ഹോളുണ്ട്. ഇവിടെയും കാണാം, കണ്ടോ, ലൈറ്റ് കാണാം. ഇവിടെ ആ ഒരു വെഹിക്കിൾ ടു എൽ V2L എന്ന് പറയാം, ചാർജിങ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ആ ഒരു കോഫി മേക്കറോ അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആ ഒരു ക്യാമ്പിംഗ് ലൈറ്റോ അതല്ലെങ്കിൽ കുക്കിംഗ് റേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ വെഹിക്കിൾ ടു വെഹിക്കിൾ അല്ലെങ്കിൽ വെഹിക്കിൾ ടു ലോഡ് ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാം. ഈ വെഹിക്കിൾ ടു വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്രോൾ വണ്ടി ആണെങ്കിൽ 1 ലിറ്റർ പെട്രോൾ കടന്നു ചോദിച്ചാൽ ആളുകൾ തന്നോളുന്നില്ല. പക്ഷേ EV ആണെങ്കിൽ ചാർജിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ചാർജ് അവർ തരും. കാരണം EVയുടെ കോസ്റ്റ് എഫക്റ്റീവാണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ EVയുടെ ഒരു കറണ്ട് ഷെയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെഹിക്കിൾ ടു വെഹിക്കിൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കാര്യമാണ്. അപ്പോൾ ടിയാഗോ ഉള്ള ഒരാൾ റേഞ്ച് കഴിഞ്ഞ് നിൽക്കുകയാണ്, നമ്മൾ കറുകൊണ്ട് പോകുകയാണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടംപോലെ റേഞ്ചിലേക്ക് വരാം. അപ്പോൾ ആ ഒരു വണ്ടിയുടെ അകത്തുനിന്ന് കുറച്ച് കറണ്ട് എടുത്തിട്ട് ആ ഒരു ടിയാഗോ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് കൊണ്ടുപോയി ഓടിച്ചു പോകാനുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ടിയാഗോ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ഏത് വണ്ടി വേണമെങ്കിൽ ആവാം. കർവ് EV എന്നുള്ള ആ ഒരു ലെറ്ററിങ് ബ്ലാക്കിൽ കൊടുത്തിരുന്നത് 360 ക്യാമറ കാണാം. ഇതാണ് ആ ഒരു ടെയിൽ ലാമ്പ്. ഈ ടെയിൽ ലാമ്പിനുമുണ്ട് ആ ഒരു ഡിസൈൻ, അതായത് ഡാൻസിങ് എഫക്റ്റ് എന്നുള്ളതാണ്. ഇവിടെ ചെറിയ ഒരു കട്ടിങ് പോലെ കൊടുത്തതാണ് തോന്നി. കൂടാതെ ഇവിടെ നമുക്ക് തോന്നും ബൂട്ട് ഡോർ അല്ലെങ്കിൽ ബൂട്ടിൻ്റെ ആ ഒരു സ്വിച്ച് ഇവിടെ തോന്നും, പക്ഷേ അല്ല, അത് താഴെയാണ്, ഈ ഒരു ബമ്പറിലാണ്. ബമ്പറിനുണ്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസെർട്ട്. അപ്പോൾ പാർക്കിംഗ് സെൻസർ അല്ലെങ്കിൽ ഹെയർ ബാഗുകൾ ഇപ്പോൾ സ്റ്റാൻഡേർഡാണ്. ഇതിനകത്ത് 6 ഹെയർ ബാഗ് ഉണ്ട്. അപ്പോൾ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് കർവ് EVയുടെ ഒഫീഷ്യൽ ആക്സസറീസ് ആയിട്ടുള്ള കോഫി മേക്കർ ഉണ്ട്, ചാർജർ ഉണ്ട്. ഇതിനകത്ത് വെക്കണമെങ്കിൽ ഈ മഴക്കാലത്ത് നിലത്ത് വെച്ചാൽ ചളിയാവില്ലേ, പിന്നെ ഈ ചളി വേണം നമ്മൾ കയറ്റി വെക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഗസ്റ്റർ കൺട്രോൾ ഉണ്ട്. നമുക്ക് ഫൂട്ട് വേവ് ചെയ്താൽ തുറക്കുന്ന ഈ ഒരു ബൂട്ടിൽ ഇതെടുത്തങ്ങ് വെക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഇനി അത് മാത്രമല്ല, ഇതേ ഫുട്ട് വേവിൽ അത് അടയ്ക്കാനും പറ്റും. സിമ്പിളാണ് കാര്യങ്ങൾ. ബ്രില്യൻറ്റ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കർവിൻ്റെ കീ കണ്ടോ? ഈ കീ എന്ന് പറഞ്ഞാൽ പുതുമയുള്ള കീ ആണ്. ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഡോട്ടുകൾ വെച്ചിട്ട്. ഇപ്പോൾ പോക്കറ്റിലൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ പോക്കറ്റിൽ തന്നെ ഓപ്പൺ ആക്കാൻ ലോക്ക് ചെയ്യാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ടെക്നിക്കലി ശരിയാണ്. ഇതിൻ്റെ കീക്ക് ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ടാറ്റ EVയുടെ ഒരു മാർക്കിംഗ് ഉണ്ട് ഇവിടെ എന്നുള്ളതാണ്. കർവിനകത്ത് സ്റ്റോറേജ് ഏരിയയുടെ ഒരിത്തിരി അതിപ്രസരമുണ്ടെന്ന് പറയാം നമ്മുടെ ആ ഒരു വാക്ക് കടമെടുത്താൽ. 11.6 ലിറ്ററോളം കപ്പാസിറ്റി ഉള്ള, സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഹിഡൻ ഫ്രങ്ക്. ഹിഡൻ എന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വണ്ടിയുള്ള കാര്യം അധികം പേർക്ക് അറിയില്ല, ഫ്രങ്കുള്ള കാര്യം അറിയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സീക്രട്ടായിട്ട് വെക്കുകയാണെങ്കിൽ ഇവിടെ വയ്ക്കാം. ഒരു ഗിത്താറിൻ്റെ ഷേപ്പ് ഉണ്ട്. ഈ ഒരു സംഗതി ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല ആ ഒരു എന്താ പറയുക പ്ലാസ്റ്റിക്കാണ്.
5 കിലോ വരെ ഉള്ളതിൻ്റെ ലോഡിംഗ് റേറ്റ്. പക്ഷേ നമുക്കിതിനകത്ത് ആ ഒരു 11.6 ലിറ്റർ സ്റ്റോറേജ് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ടോ, ഈ സ്പീക്കർ നോക്കിയേ, ഇതെന്താ വണ്ടർ അടിച്ചില്ലേ? പറഞ്ഞുതരാം. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റെഗുലേഷൻ ഇല്ല. പക്ഷേ ടാറ്റ കാറിനകത്ത് അതുണ്ട്. എന്ന് വെച്ചാൽ 20 കിലോമീറ്റർ സ്പീഡ് വരെ പെഡസ്ട്രിയനെ അലേർട്ട് ചെയ്യാനായിട്ട് ഒരു സൗണ്ട് ഈ ഒരു വണ്ടി പുറപ്പെടുവിക്കും. നമുക്ക് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. അതിനെ അവർ വിളിക്കുന്നത് ആവാസ് എന്നാണ്. സംഭവത്തോളൂ അക്കാസ്റ്റിക് വെഹിക്കിൾ അലേർട്ട് സിസ്റ്റം അല്ലെങ്കിൽ അവയർനെസ് സിസ്റ്റം. നമുക്കിത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിട്ട് ഒരു വാക്ക് പറയാം, മേരി ആവാസിനോ ഇല്ലേ, അതിൽ ആവാസ്. അപ്പോൾ അതിൻ്റെ സ്പീക്കറാണത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പീക്കർ നല്ലതാണ്. ടാറ്റ കാറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മോട്ടറൈസ്ഡ് ചാർജിങ് ഡോർ ഓപ്പണിങ് ക്ലോസിങ്ങും. ലെറ്റ്സ് സീ ഇറ്റ് ഇൻ ആക്ഷൻ. ഡോറ് തുറന്ന് അകത്ത് കയറി വേണം ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ, തുറക്കാൻ വേണ്ടിയിട്ടേ. അടയ്ക്കാനും അങ്ങനെ തന്നെ. ഒരു സിമ്പിൾ പുഷ് മതിയായിരുന്നു അതിൻ്റെ മുകളിൽ തോന്നി. ഫ്ലാപ്പ് മാത്രമേ തുറക്കുള്ളൂ. നമ്മൾ ചാർജിങ് കുത്താനായിട്ട് ഈ 2 സംഗതികൾ നമ്മൾ തന്നെ തുറക്കണം. അത് നമ്മൾ തന്നെ അടയ്ക്കും വേണം. അതായത് ഇത് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ഒരിത്തിരി കൺവീനിയൻസ് ആണെങ്കിൽ കൺവീനിയൻ്റ് ആണെന്ന് പറയാം, അല്ലാണ്ട് പ്രോപ്പറായിട്ടുള്ള കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റർ അല്ല. ഇത്രയൊക്കെ പറഞ്ഞു. പക്ഷേ $1 മില്യൺ ക്വസ്റ്റൻ എന്താ, ഇതിൻ്റെ റേഞ്ച് എത്ര എന്നുള്ളതല്ലേ? ഇവർ വണ്ടിക്ക് പറയുന്നത് 55 കിലോ വാട്ട് അവർ ആ ഒരു ബാറ്ററി പാക്കുള്ള വണ്ടിക്ക് 583 കിലോമീറ്റർ പറയുന്നത്. 45 കിലോ വാട്ട് അവറോ 502 കിലോമീറ്റർ. അപ്പോൾ ഇത് രണ്ടും ഒരു ടെസ്റ്റിംഗ് ഫേസിലുള്ള മൈലേജാണ്. അതായത് നമുക്ക് ഒരേ സ്പീഡിൽ കുറേ ഓടിച്ച് കിട്ടുന്ന മൈലേജാണ്. അതിൻ്റെ പുറമെ ടാറ്റ മോട്ടോഴ്സ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അതിന് മുന്നേ ഇതിൻ്റെ ആ ഒരു ചാർജിങ് കാര്യം കൂടി പറയണം. അതായത് 70 കിലോ വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജിങ് റിസീവിങ് കപ്പാസിറ്റി വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ 150 കിലോമീറ്റർ പോകാനുള്ള ചാർജ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് മതിയെന്നും, അതുപോലെ 0 to അല്ല 10 മുതൽ 80 വരെ ചാർജ് ചെയ്യാൻ 45 മിനിറ്റ് മതിയെന്നുമാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. റേഞ്ചിൻ്റെ കാര്യത്തിൽ മറ്റുള്ള കമ്പനികൾക്ക് വിപരീതമായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇൻറ്റേർണൽ ടെസ്റ്റ് C75 എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫിഗേഴ്സ് കൂടി റിവീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 305 മുതൽ 350 വരെ കിലോമീറ്ററാണ് 45 കിലോ വാട്ട് അവർ ബാറ്ററി ഒരു വണ്ടിക്ക് അവർ പറയുന്നത്. അതുപോലെ 435 കിലോമീറ്റർ വരെയാണ് ശരിക്കും 55 കിലോ വാട്ട് അവർ ബാറ്ററി ഒരു കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ C75 എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡാറ്റ ശേഖരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ആവറേജ് എടുക്കുന്ന ഒരു സംഗതിയാണ്, ലളിതമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ ആ ഒരു റേഞ്ച് പറയാൻ കാണിച്ച ചങ്കൂറ്റം എന്ന് പറയുന്നത് ഈ വണ്ടി അവർക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 400 കിലോമീറ്റർ കിട്ടിയാലും കൊള്ളാം അല്ലേ? ഞാൻ നേരത്തെ അഡാസ് ലെവൽ 2 ആണ് 20ഓളം ആ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അതുപോലെ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിലെ, അതൊക്കെ ഇന്ത്യക്ക് വേണ്ടി തന്നെ ആ ഒരു കാലിബ്രേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല, ടെസ്റ്റ് ചെയ്യണം എന്തായാലും. അതൊക്കെ റഡാർ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും റഡാറുകളുണ്ട്, ക്യാമറയുണ്ട് ഈ ഒരു വണ്ടിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അഡാസിൻ്റെ ആ ഒരു പ്രവർത്തനം. സവിശേഷതകളുടെ കൂടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കൂടിയുണ്ട് 360 ക്യാമറയ്ക്ക് പുറമെ എന്നുള്ളത് കൂടിയാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന 2 കാര്യങ്ങളാണ് ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ എന്താ പറയുക ആ ഒരു ബോഡിയുടെ ആ ഒരു സ്ട്രെങ്ത്തും അല്ലെങ്കിൽ വെയിറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി ഒരു 5 സ്റ്റാർ സേഫുള്ള വണ്ടി ആവാൻ തന്നെയാണ് സാധ്യത. അതിൻ്റെ ഒരു കാര്യമൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും മെറ്റൽ ആ ഒരു കനമൊക്കെ ഉണ്ട്. പക്ഷേ പാനൽ ഗ്യാപ്പുകൾ കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികൾ കാണാൻ പറ്റും. സ്റ്റിൽ കർവിലും അത് കാണാം, ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. പിന്നെ റബ്ബറിൻ്റെ ആ ഒരു കാര്യങ്ങളും കുറച്ച് ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരിത്തിരി കോംപ്രമൈസ്ഡ് ആണ് വണ്ടി. അത് നമുക്ക് പറയേണ്ട കാര്യമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഓവറോൾ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഓക്കെ കൊള്ളാം എന്ന് തോന്നുന്നൊരു വണ്ടിയാണത്. അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു കർവ് EV ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കർവിൻ്റെ ഈ ഒരു കൂപ്പേ ഇഷ്ടപ്പെട്ടോ വെച്ചാൽ എനിക്ക് പൊതുവേ കൂപ്പേ ഡിസൈൻസുകൾ SUV അത്ര വലിയ താല്പര്യമുള്ള ഒരു കാര്യമല്ല. അതിന് കാരണങ്ങളെന്ന് പറയുന്നത് ബാക്ക് സീറ്റിൻ്റെ ആ ഒരു ഹെഡ് റൂം പോകുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, പിന്നെ കാഴ്ചക്കുറവൊക്കെയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു കർവ് EV എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു. കാരണം ജനങ്ങളിലേക്ക്, സാധാ ജനങ്ങളിലേക്ക് ഒരു കൂപ്പേ ഡിസൈനുമായിട്ട് വരുമ്പോൾ, ഒരു പുതുമ വരുമ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ടാറ്റ കർവ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ കാറാണെന്നുള്ളത് നിസ്സംശയം പറയാം. സംഭവം കൂപ്പേ ആയതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റാണ് ആദ്യം കയറാൻ പോകുന്നത്. ഈ ഒരു സീറ്റിൽ കയറുമ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ചവിട്ടി കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റൻ ആദ്യം വരും. ഒരു എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ഇവിടെ ബാറ്ററി പാക്കിൻ്റെ ഒരു സംഭവം വിസിബിൾ ആണെങ്കിൽ കൂടി ഇവിടെ ഡോർ പാഡിൽ നമുക്ക് ആ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ കാണാം. നെക്സോണിൽ കണ്ട അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ കണ്ട ആ ഒരു സംഗതി തന്നെയാണ്, ഫെമിലിയർ ആണ്. ഓക്കെ, ഒരേ തീമാണെന്ന് പറയാം. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. ഇവിടെ ഒരു ക്രീക്കിംഗ് സൗണ്ട് വന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികൾക്ക് അത് സാധാരണ ഉണ്ടാവാറുണ്ട്. ബോട്ടിൽ കൂടെ അത്യാവശ്യം അക്കോണേറ്റിംഗ് ആണ്. ഇവിടെ ക്രോം ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സ്പീക്കർ കാണാം. അപ്പോൾ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് 100% താഴെന്നുള്ളത് ഒരു ഗുണമാണ്. കാരണം വീലാർച്ചുകൾ അതിനെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഡോർ പാഡിനകത്തേക്ക് ഒരു ചളി കയറിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസൈനിൻ്റെ ആ ഒരു ഫിറ്റ്മെൻറ്റിൻ്റെ ഇവിടുത്തെ ആ ഒരു ബീഡിങ്ങിൻ്റെ കുഴപ്പമാണെന്നുള്ളതാണ്. പിന്നെ അകത്ത് കയറിയിരിക്കുമ്പോൾ ആദ്യമായിട്ട് എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇതിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് ചെയ്ത ആ ഒരു കാര്യമാണ്. അതായത് സംഭവം കൂപ്പയാണല്ലോ. ഇപ്പോൾ കൂപ്പയിൽ
ചാരി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഹെഡ് റൂം ഉണ്ട്. എന്താണ് ഞാൻ ചാരി ഇരുന്നാൽ പറയാൻ കാരണം, ഇതിന് ഒരു റിക്ലൈനിങ് ആംഗിൾ കൂടി ഉണ്ട്. ഇപ്പോഴും ആ ഒരു ഹെഡ് റൂം ഉണ്ട്. ഞാൻ 5.7 ആണേ. എനിക്ക് തോന്നുന്നു ഞാൻ 5.7 ആകുമ്പോൾ കുറച്ചുകൂടി ഉള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ കൊണ്ട് ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇനഫ് ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ടെന്നതാണ്. പിന്നെ നല്ല ലെഗ് റൂമാണ്. തൈ സപ്പോർട്ടിൻ്റെ കുറവുകൂടെ കാണാം. അതായത് ഒരുപാട് തൈ സപ്പോർട്ടിലെ സഫാരി അല്ലെങ്കിൽ ഹെരിയർ പോലെയല്ല. ഓക്കെ, മോർ ലൈക്ക് നെക്സോൺ എന്ന് പറയാം. ഈ ഒരു വണ്ടിക്ക് ആംറസ്റ്റ് ഉണ്ട്. ഈ ആംറസ്റ്റിൻ്റെ ഈ ലൂപ്പൊക്കെ കണ്ടോ, ഇതെല്ലാം ആ ഒരു നീല, ആ ഒരു ബ്ലൂ ആണ്, അതായത് നമ്മുടെ EV ബ്ലൂ. ഇവിടെ കണ്ടോ ഈ ഫ്ലാപ്പിനൊക്കെ ആ ഒരു എല്ലാ വണ്ടിയുടെയും നെക്സോണിൽ കാണുന്ന ക്വാളിറ്റി തന്നെയാണ്. ഇറ്റ്സ് നോട്ട് അപ്പ് മാർക്കറ്റ് എന്ന് പറയാം. സീറ്റിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാം കൊള്ളാം, നല്ലതാണ്. 60/40 ആണെങ്കിലും ഇവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിർത്തി നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. 3 പേർക്ക് ഇരിക്കാം. അവിടെ ഫ്ലോറിൽ വലിയ കാര്യമായിട്ടുള്ള ആ ഒരു ഹമ്പില്ല. ക്യാബിൻ ലൈറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ LED ലൈറ്റുകൾ എല്ലായിടത്തും കാണാം. ഇവിടെ ഈ ഒരു സ്പ്രിംഗ് ലോഡായിട്ടുള്ള ഗ്രാബ് ഹാൻഡിലുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു AC വെൻ്റ് ഞാൻ പറഞ്ഞത് ഈ AC വെൻ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്ലോവറാണ്. ഇവിടെ ഒരു 45W വോൾട്ട് നേരിട്ടുള്ള ഒരു സി പോർട്ട് കാണാം. ശരിക്കും ഫ്ലാറ്റ് ഫ്ലോർ ആണെന്നുള്ളതാണ്. കൂടാതെ ഇവിടെ കൊടുത്ത ഒരു മെറ്റൽ എലമെൻറ്റും അത്യാവശ്യം നല്ലതാണ്. മൂന്നാമത്തെ ആളുടെ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഫിറ്റ്മെൻറ്റ് തീർത്തും ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു പാർഷ്യൽ ഷെൽഫ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇലക്ട്രിക് ആണ് ഫ്രണ്ട് സീറ്റ്. ഈ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചാര അഡ്ജസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഇലക്ട്രിക് ആണ്. കൂടാതെ സീറ്റ് ബെൽറ്റിനും ഹൈറ്റ് അഡ്ജസ്റ്റ് ഉണ്ട്. വലിയ പനോരമിക് സൺറൂഫ് ഉണ്ട്. മഴയാണ്, ഐ ആം ടേക്കിംഗ് എ റിസ്ക്. എന്നാലും ആ ഒരു സൺറൂഫ് തുറക്കുമ്പോൾ അത്യാവശ്യം എയറി ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴേ ഈ സീറ്റ് അത്യാവശ്യം അക്കോമഡേറ്റിംഗ് തോന്നി. വലിയ ആ ഒരു സീറ്റാണ്. നമ്മുടെ വശങ്ങളിലെ ആ ഒരു ബോൾസിനും കൊള്ളാം. പിന്നെ വെൻറ്റിലേറ്റഡ് സീറ്റ് കൂടിയാണ് ഈ വണ്ടിക്ക് എന്നാണ് പറയാനുള്ളത്. അതായത് വെൻറ്റിലേറ്റഡ് സീറ്റൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ, അപ്പോൾ കാർബനും അതുണ്ട്. ഇനി ഇവിടെ ഒരു വലിയ ആംറസ്റ്റ് കാണാം. കൂടാതെ വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്. പിന്നെ പറയേണ്ട കാര്യം ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനാണ്. ഈക്കോ സ്പോർട്ട് സിറ്റി എന്ന മോഡുകളുണ്ട്. ഗിയർ ലിവറിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ സഫാരി പറഞ്ഞ, ഹൈലർ പറഞ്ഞ, നെക്സോൺ പറഞ്ഞ എല്ലാ ഇഷ്യൂസും ഈ ഒരു ഗിയർ ലിവറുണ്ട്. ഇളകുമ്പോൾ ആ ഒരു സൗണ്ടും ആ ഒരു ക്രിക്കിങ് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ഡാർക്ക് ക്രോം കാണാനുള്ളതാണ്. ഈ AC പാനൽ ലൈറ്റ് അപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതെല്ലാം കാണുക. വണ്ടി ഓഫ് ചെയ്തൊക്കെ പോവും. ഇവിടെ ചാർജിങ് ബോർഡിൻ്റെ സ്വിച്ചുകൾ മാത്രമേ കാണുള്ളൂ. ഇനി ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കണ്ടോ. ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വെച്ചുന്ന ഈ ഫേഷ്യ എന്ന് പറയുന്നത് തീർത്തും ഡിഫറൻ്റ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എലമെൻ്റൊക്കെ കൊള്ളാം. ഇതൊക്കെ ആ ഒരു ടാറ്റ നെക്സോൺ ഫാമിലിയാണ്. പിന്നെ പറയണമെന്നൊരു കാര്യം ഗ്ലോ ബോക്സാണ്. ഇവർ ഈ ഒരു റാപ്പിങ്ങിനകത്ത് ഗ്ലോ ബോക്സിൻ്റെ ബട്ടൺ കൊടുത്തേ തീർത്തും നീറ്റായിട്ട് തോന്നി. ഇവിടെ പെൻ ഹോൾഡർ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസിനുള്ള സംഗതികളുണ്ട്. അപ്പോൾ 2 നിലയുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് അല്ലെങ്കിൽ 2 നിലയുള്ള ആ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് എന്നുകൂടി പറയാം. ഇപ്പോൾ JBL ആണ് സൗണ്ട് സിസ്റ്റം. ഹാർമൻ്റെ ആ ഒരു സ്ക്രീനാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വലിയ ഫ്ലോട്ടിംഗ് സ്ക്രീനാണ് ഈ ഒരു കർവ് EVയിലുള്ളത്. ഇപ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് ഓഫ് ചെയ്താൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. കാരണം അത് ആ ഒരു ഡേ നൈറ്റ് നോക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ റെസ്പോൺസീവ്നെസ് കാണാം. ഈ മൂഡ് ലൈറ്റ് പുതിയതാണ്. ഇപ്പോൾ ഫ്രണ്ട്, റിയർ, റൂഫ് മൂഡ് ലൈറ്റ് കാണാം. അത് ഡ്രൈവ് മോഡായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മ്യൂസിക്കായിട്ടോ സിങ്ക് ചെയ്യാൻ പറ്റും. ഇനി പറയേണ്ട പുതിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്കകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്, പറയേണ്ട കാര്യമില്ല. പിന്നെ ആർക്കേഡിൻ്റെ ആ ഒരു കാര്യം നമ്മൾ നെക്സോൺ EVയിലൊക്കെ പറഞ്ഞില്ലേ, അതിവിടെയും കാണാം കേട്ടോ. അതായത് അലക്സ, ആ ഒരു അലക്സയുടെ ഹോം ടു കാർ, കാർ ടു ഹോം കണക്ഷൻ ഉണ്ട്. AQ എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ്. ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലുള്ള EVയുടെ ഇൻഫർമേഷനുള്ള എല്ലാ കാര്യങ്ങളും കാണാം. ഇപ്പോൾ റെസ്പോൺസീവ് ആണെന്ന് ഞാൻ പറയാൻ കാരണം അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റേഞ്ച് 415 കിലോമീറ്റർ കാണുന്നുണ്ട്. റീചാർജ് ലിമിറ്റ് 50% കാണുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ കാര്യങ്ങൾ പറ്റും. ഓക്കെ, ഇതൊക്കെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളാണ്. AC കാണുന്ന ഇവിടെയാണ്, EV സേവിങ്സ് കാണുന്ന ഇവിടെയാണ്, സ്മാർട്ട് ലാമ്പ് ഓഫ് ചെയ്താൽ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇനി ഈ ഒരു ആപ്പുകളിൽ നമുക്ക് ആർക്കേഡ് EV എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആപ്പിലേക്ക് പോകാം. ഇവിടെ കുറേ അധികം ആപ്പുകൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വണ്ടിയുടെ കാര്യം വെച്ചിട്ട് OTA ഓൺ ദ എയർ അപ്ഡേറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഇവിടെ ഞാൻ ഏറ്റവും ഫണ്ണിയായിട്ട് കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ആപ്പുകളിൽ ഗെയിംസുകൾ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ BB റേസിംഗ് എല്ലാ വണ്ടിയും കളിച്ചിരുന്നു. ഇപ്പോൾ കിങ്ഡം വാർസ് പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ആപ്പുകളൊക്കെ വന്നിട്ടുള്ളത് നല്ല കാര്യമാണ്. യൂട്യൂബ് കിഡ്സ്, യൂട്യൂബ് എല്ലാം കാണാം. അപ്പോൾ ഇതിനകത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇത് ഐറ കണക്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നെറ്റൊക്കെ ഉണ്ട്. പിന്നെ JBL മോഡ്, അതായത് ഓഡിയോ മോഡുകൾ എന്ന് പറയുന്നത് ഈ വണ്ടിക്കകത്ത് കാണാം. നമ്മൾ പല വണ്ടിക്കകത്ത് കണ്ടത് ടാറ്റ മോട്ടോഴ്സിന് തന്നെ അത് ഈ ഒരു വണ്ടിക്ക് കാണാം. അക്വസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു മോഡുണ്ട്. ബാസ് എൻഹാൻസർ ഉണ്ട്. കൂടാതെ ഇവിടെ വൈഡ് സ്റ്റേജ്, ഇതൊക്കെ തന്നെ നല്ല കാര്യങ്ങളാണ്. സൗണ്ട് ക്വാളിറ്റിയാണ്, കസ്റ്റം, ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ട്യൂൺ ചെയ്യാം, എല്ലാം ഉണ്ട്. സിനിമാറ്റിക് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു നല്ല സ്ക്രീനാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ളതാണ്. ഇതാണ് ടാറ്റ കർവ് EVയുടെ ആ ഒരു
ക്ലസ്റ്റർ. ഈ ക്ലസ്റ്ററിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ, ഡ്രൈവർ അസിസ്റ്റ്, വെഹിക്കിൾ ഇൻഫോ, എനർജി അനാലിസിസ്, മീഡിയ, അതുപോലെ നാവിഗേഷൻ, നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണ്ടിട്ട് ആ ഒരു നാവിഗേഷൻ ഫുൾ സ്ക്രീനായിട്ട് കാണിക്കാൻ പറ്റും. കൂടാതെ ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമുക്ക് അവിടെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ കാണാൻ പറ്റും. അതൊക്കെ തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് കാണാം. പിന്നെ ഈ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ നമുക്ക് ഒന്നുകൂടി വണ്ടി ഓടിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനർജി ഇൻഫോ, ചാർജിങ് കണക്റ്റില്ല, ട്രിപ്പ് ഇൻഫോയിൽ നമുക്ക് റേഞ്ച് അല്ലെങ്കിൽ കാര്യങ്ങളാണ്. ഡ്രൈവർ അസിസ്റ്റിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അറ്റൻഷൻ അസിസ്റ്റ്, അതല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ലെവൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി ഇവിടെ ടയർ ഇൻഫർമേഷൻ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. എനർജി ഫ്ലോ എന്ന് പറയുന്നത് ആ ഒരു ഹിസ്റ്റോഗ്രാമോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ആയിട്ടോ ആ ഒരു ബാറ്ററി എവിടെ കാണില്ലേ. ഇപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ആ ഒരു അഡ്വാൻറ്റേജ് കൂടുതലുള്ള വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്ററി ബാക്ക് നമുക്ക് ഇവിടെ കാണാം. ഈ വണ്ടിയിൽ ഓട്ടോ ഡിമ്മിങ്ങുള്ള മിറർ ഉണ്ട്, പക്ഷേ യൂസ്ലെസ് ആണെന്ന് പറയാം. കാരണം അതിൻ്റെ ബാക്കിലെ കൂപ്പേ ഡിസൈൻ കാരണം പിൻഭാഗം കാണാൻ പറ്റില്ല, ഡീഫോഗർ ഉണ്ട് എന്നുള്ളേ ഉള്ളൂ. ഇവിടെ ആ ഒരു ടിക്കറ്റ് ഹോൾഡർ കാണാം. കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു മിറർ ഉണ്ട്. മിറർ ചീപ്പോ മിററാണ്, അടപ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, പക്ഷേ മിറർ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ഇതാണ് ആ ഒരു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. കൂടാതെ ഇവിടെ എയർ ബാഗ് കാണാം. അതായത് 6 എയർ ബാഗുള്ളൊരു വണ്ടിയാണത്. ഇതാണ് സ്റ്റിയറിംഗ് വീല്. നമ്മൾ സഫാരി കണ്ട അല്ലെങ്കിൽ ഹാരിയർ കണ്ട സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഈ സ്വിച്ച് കൊണ്ട് ടച്ച് ചെയ്യുന്ന കാര്യമൊക്കെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇവിടെ നമുക്ക് ഒരു പാഡ് ഷിഫ്റ്റ് കാണാം. ഇവിടെ ലോഗോ ലൈറ്റ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് മിറർ കൺട്രോൾസ്. ഇവിടെയാണ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുക. ട്വിറ്റർ ഉണ്ട്, സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞാൽ. കൂടാതെ പിന്നിലെ ബൂട്ടിൽ സബ് ഊഫറുണ്ട്. ഈ സ്റ്റിയറിംഗും ഫിമിലിയറാണ്. ടിൽറ്റ് മാത്രമേ ഉള്ളൂ, റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. കൂടാതെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്, ബേസിലെ സൗണ്ട് വരുന്നുണ്ടാവും. ഈ ലൈറ്റ് അപ്പ് ചെയ്യുന്ന ഈ ഒരു പാനൽ എന്ന് പറയുന്നത് ടാറ്റ പുതിയ കാര്യമാണ്. ഇവിടെ എയർ ബാഗിൻ്റെ ഒരു ഡിസൈൻ കാണാം. ഇവിടെ സ്വിച്ചുകളുണ്ട്. ഇതൊക്കെ ഒരു ക്രൂസ് കൺട്രോൾ അല്ലെങ്കിൽ അഡാസിൻ്റെ സിസ്റ്റമാണ്. ഇത് മീഡിയയുടെ സിസ്റ്റമാണ്. ഇനി ഈ ഒരു വണ്ടിക്ക് മൊത്തത്തിൽ ഉള്ള ആ ഒരു നെക്സോണിൻ്റെ ചായ തീരുന്നില്ല. ഇപ്പോൾ ഡാഷ്ബോർഡിനും നെക്സോണിൻ്റെ ചായ ഉണ്ട്. ഈ ഒരു തൊപ്പി അടക്കം കേട്ടോ, തൊപ്പി എന്ന് വിളിക്കുന്ന ഒരു കാര്യം. പിന്നെ അവിടെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചും കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹുക്ക് നോക്കി, ഇതൊരു ഹുക്കല്ലേ. ഇതും ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യമാണ്. കുറേ വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ടാറ്റ കർവിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. ഇതിൻ്റെ ബമ്പറിലെ ആ ഒരു ഇൻസെർട്ടുകൾ, ആ ഒരു നെക്സോണിൽ കണ്ട വരകളും കുറികളും കൂടാതെ ആ ഒരു കട്ടിങ്ങും എല്ലാം ഇത്തിരി ഒരു കൗതുകം ഉണ്ടാകുന്നുണ്ട്. കൗതുകം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുക, വേറൊന്നും യൂസ് ചെയ്യില്ല. ബി പില്ലറും അല്ലെങ്കിൽ സി പില്ലറും ഒന്നും പിയാനോ ബ്ലാക്ക് അല്ല. അതിൻ്റെയൊക്കെ ഒരു കാര്യം പറയുമ്പോൾ പിയാനോ ബ്ലാക്കിൻ്റെ അതിപ്രസരം അവർ താഴെ ക്ലാഡിങ്ങിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതായത് ഇല്ലെന്നല്ല, ക്ലാഡിങ്ങിലേക്ക് മാറ്റി എന്നുള്ളൂ. ടാറ്റ കർവ് ഇ വി ഓടിക്കുകയാണ് 0 to 100 in 8.6 seconds. സംഭവം ഫാസ്റ്റാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യമെന്ന് പറയുന്നത് അറ്റ്ലസ് ആർക്കിടെക്ചറിലുള്ള ഒരു ഇ വി ആണ് എന്നുള്ളതാണ്. ശരിക്കും സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് അറ്റ്ലസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹാച്ച് ബാക്ക്, സെഡാൻ, എസ് യു വി കൂപ്പേ, ഓക്കെ, വാട്ട് എവർ ദ നീഡ്സ് ടാറ്റ മോട്ടോഴ്സിന് ഈ ഒരു വണ്ടിയിൽ അത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 50-50 വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരു കാര്യമുണ്ട്. അത് പറയുന്നത് ഹാൻഡ്ലിങ്ങിൽ മികവുണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഫ്ലാറ്റോട്ട് ഓടിച്ച് നോക്കി, 0 to 100 ഓടിച്ച് നോക്കി, തിരിവും വളവിലൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഓടിച്ച് നോക്കി. എനിക്ക് തോന്നുന്നു അത്യാവശ്യം അജിലിറ്റി ഉള്ള ആ ഒരു അറ്റ്ലസിൻ്റെ ആ ഒരു സൂചിപ്പിക്കുന്ന പോലെ അജിലിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് കർവ് ഇ വി എന്നുള്ളതാണ്. ഇപ്പോൾ 167ഓളം HP എന്ന് വെച്ചാൽ 123 കിലോ വാട്ടിലാണ് പറയണത്. ഈ വണ്ടി ഇങ്ങനെ കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് കാറാണ് എന്ന് നിസ്സംശയം പറയാം. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ റേഞ്ചും കാര്യങ്ങളൊക്കെ ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ കൂപ്പേ ഡിസൈൻ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. കൂപ്പയുടെ വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂപ്പ എസ് യുടെ, ഇപ്പോൾ കൂപ്പയുടെ ഫോർ ദാറ്റ് മാറ്റർ ബാക്കിലെ കാഴ്ച നമുക്ക് ഈ ഒരു മിററിലൂടെ വളരെ കുറച്ചേ കാണുള്ളൂ. ഇപ്പം ഈ ഒരു മിറർ യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് അത് വലിയ വിഷയമായിരിക്കില്ല, പക്ഷേ എനിക്കത് പ്രശ്നമായിട്ട് തോന്നി. ഇപ്പോൾ ലാൻഡ് റോവർ ഡിഫൻഡർ അല്ലെങ്കിൽ ലാൻഡ് റോവർ അല്ലെങ്കിൽ മറ്റുള്ള ഹൈ എൻഡ് വണ്ടികളെ പോലെ റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു ഡിസ്പ്ലേ ഈ ഒരു കണ്ണാടി മാറ്റി അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ലൈറ്റാണ്, നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു എഫേർട്ടൊന്നും ഫീൽ ചെയ്യില്ല. മാത്രമല്ല തിരിലും വളരെ ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്പോർട്സ് മോഡിൽ ഓടിക്കുമ്പോൾ ഒരു ഇത്തിരി നെർവസ്നെസ് തോന്നി എന്നുള്ളതാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ആ ഒരു സഫാരിലും ഹൈലറിലും പറഞ്ഞ പോലെ എൻ്റെ കൈ കൊണ്ടിട്ട് ക്രൂസ് കൺട്രോൾ ഇടയ്ക്ക് ഓൺ ആവുന്നുണ്ട്, അതുപോലെ കോളിൻ്റെ ബട്ടൺ ഓൺ ആവുന്നുണ്ട്. അതൊന്നും ചെയ്യാനില്ല, കാരണം പുതിയ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ അങ്ങനെയാണ്. ഇത് 4 സ്പോക്ക് സ്റ്റിയറിങ്ങിലാണ്. ക്ലസ്റ്ററിൽ നാവിഗേഷനും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കൂപ്പേ അല്ലെങ്കിൽ SUV കൂപ്പേ എന്ന് പറയുമ്പോൾ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിലും ഇതിന് ബോഡി റോൾ കുറവാണ്. 160+ ടോപ്പ് സ്പീഡ് ഉണ്ട്. ആ ടോപ്പ് സ്പീഡ് എത്താനായിട്ട് തീരെ സമയം എടുക്കുന്നില്ലാന്നുള്ളത് വലിയൊരു ഗുണമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ആക്സിലറേഷനും അത്യാവശ്യം നല്ല ഹാൻഡ്ലിങ്ങും ഉള്ള ഒരു ഇലക്ട്രിക് കൂപ്പേ SUV കൂപ്പയാണ് കർവ് എന്ന് നിസ്സംശയം പറയാം. 18 ഇഞ്ചാണ് ഇതിൻ്റെ വീൽസ്.
റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഹാർഷർ സൈഡാണ്. ഓക്കെ, ഫ്ലഷ് ആണെന്ന് നമുക്ക് മോശം റോഡിലൊക്കെ തോന്നുമെങ്കിലും ഒരു ഇത്തിരി നല്ല കുണ്ടിലൊക്കെ കൊണ്ടിട്ട് ആ ഒരു ഹാർഡർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആണ്. ഓക്കെ, കംഫർട്ടിനും അല്ലെങ്കിൽ ഹാൻഡിലിങ്ങിനും വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സസ്പെൻഷൻ അതിനെ കാണാം. കൂടാതെ എയർ പിടിക്കുന്ന സൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ എയറോഡൈനാമിക്സിലെ ഇപ്പോൾ എയറോ ഇൻസൈറ്റുകൾ പോലുള്ള അല്ലെങ്കിൽ ബമ്പറിലെ ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് കണ്ണാടിയുടെ മുകളിൽ എവിടുന്നോ ഒരു എയർ പിടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതും ഒരു കാര്യമായിട്ട് തോന്നി. ബ്രേക്സ് നല്ലതാണ്, അതായത് മികച്ച ബ്രേക്സ് ആണ്. ചവിട്ടിയാൽ ചവിട്ടിയെടുത്ത് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. കൂടാതെ റീജനറേഷൻ എന്ന് പറയുന്നത് 3 ലെവലുകളും നമ്മളിപ്പോൾ വലിയ ഇറക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ അത് മാത്രം യൂസ് ചെയ്തിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞാലും അതിശയോക്തിയൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ വിഷ്വലി അപ്പീൽഡ് കൂപ്പേഡ് ആണെങ്കിലും ഇതിനകത്തിരിക്കുമ്പോൾ നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ മറ്റ് കാറുകളിൽ ഇരിക്കുന്ന സെയിം ഫീലാണ്, ഫിമിലാരിറ്റിയാണ്. നമ്മൾ ഒരു അപരിചിതമായ സ്ഥലത്തല്ല ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ ഫീൽ ഹോം ആണെന്ന് നിസ്സംശയം പറയാം. അപ്പോൾ നമ്മൾ ഇരുന്ന് കാണുന്ന കാഴ്ചകളൊക്കെ നല്ല ഗ്ലാസ് ഏരിയയൊക്കെ ഉള്ള അപ്പോൾ നെക്സോണിൻ്റെ പോലെ തന്നെ ഒരു ഫ്രണ്ട് ഏരിയ കാണാം. ആ ഒരു വൈപ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു നമ്മളിരിക്കുന്നത് നെക്സോണിലാണോ എന്നൊരു സംശയം തോന്നിയേക്കാം. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടുന്തോറും എൻ്റെ ആ ഒരു സംസാര സ്പീഡ് കൂടുന്നത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ്. ഒക്കെ ഒന്നും ചെയ്യാനില്ല. പിന്നെ 360 ക്യാമറയുടെ ക്വാളിറ്റി മികച്ചതായിട്ട് തോന്നി, അത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. കൂടാതെ ഇതിൻ്റെ അഡാസ് എന്ന് പറയുന്നത്, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റമാണ് അഡാസ്. പലപ്പോഴും അഡാസ് എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പറയാറുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഫുൾ ഫോം പറയുന്നതാണ് അതിൻ്റെ ഉചിതം. അപ്പോൾ ആ ഒരു അഡാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലൈൻ ചേഞ്ച് അസിസ്റ്റ്, ലൈൻ കീപ്പ് അസിസ്റ്റ് ഒക്കെ തന്നെയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ഫോർവേഡ് കൊളീഷൻ വാർണിങ്ങും അതിൻ്റെ ഒരു എമർജൻസി ബ്രേക്കിംഗ് ഇഷ്ടപ്പെട്ടു. കാരണം പേടിക്കാനില്ല, നമുക്ക് ആ ഒരു വണ്ടി കാര്യങ്ങൾ നോക്കിക്കോളും. പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കൊള്ളാം. സ്റ്റോപ്പ് ആൻഡ് ഗോ എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് ഏതൊരു റോട്ടിലും ഏതൊരു ട്രാഫിക്കിലും യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നല്ലതാണ്. ഇപ്പോൾ വണ്ടി നിൽക്കുമ്പോൾ ഈ വണ്ടി നിൽക്കുന്നുണ്ട്, അടുത്ത വണ്ടി പോകുമ്പോൾ അതിൻ്റെ കൂടെ വണ്ടി കയറി പോകുന്നുണ്ട്. കുറഞ്ഞ സ്പീഡിൽ നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നല്ലതാണ്. പിന്നെ ഹൈ ബീം അസിസ്റ്റ് ഉണ്ട്, നല്ല കാര്യം. ഈ അവാസിൻ്റെ കുറേ സിസ്റ്റംസ് ഉണ്ട്, അതൊക്കെ നല്ല കാര്യമായിട്ട് തോന്നി. സൗണ്ടുകളുടെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഓക്കെ, ഒരു വോയിസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ടാറ്റ മോട്ടോഴ്സ് കർവിൽ ചെയ്തു എന്നുള്ളത് നല്ല കാര്യമായിട്ട് കാണാം. ഇതിനൊരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഉണ്ട് കുറച്ച് സ്പീഡിൽ ഓടിക്കുമ്പോൾ, അത് സസ്പെൻഷനാണ്. പിന്നെ സസ്പെൻഷൻ സ്റ്റോപ്പർ ഇടിക്കുന്ന സൗണ്ടാണോ കാലിപ്പർ സൗണ്ട്, അങ്ങനെ ഒരു ചെറിയ ഒരു സൗണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കേൾക്കാൻ പറ്റി മോശം റോഡിൽ ഓടിച്ചപ്പോൾ. ആ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ നല്ല റൈഡ് ആണ്. അതായത് സ്റ്റിഫർ സൈഡ് ആണെങ്കിൽ കൂടി നല്ല ടിയാഗോ പോലെ കണ്ടാൽ മതി, നല്ല റൈഡാണ്. കൂടാതെ ഹാൻഡ്ലിങ് മിസ്സായിട്ട് തോന്നി. ആ ഒരു 2 കാര്യങ്ങളും മിക്സ് ചെയ്യുന്ന ഒരു വണ്ടിക്ക് അത്യാവശ്യം പവർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ 45 kWh ബാറ്ററിയുള്ള ആ ഒരു മോഡലിന് എനിക്ക് തോന്നുന്നു അവർ പറയുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ കൂടുതൽ. 502 റേഞ്ച് പറയുന്നത് നമുക്കൊരു 350 വരെ കിട്ടിയാൽ നല്ലതാണ്. എനിക്ക് തോന്നുന്നു അതാണ് വാല്യൂ ഫോർ മണി. 17,49,000 എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്ന ആ വണ്ടിയാണ് വാല്യൂ ഫോർ മണി പ്രപ്പോസലുള്ള. അപ്പോൾ കർവ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പേ ഡിസൈൻ കാണാം, അതായത് പുതിയൊരു കൂപ്പേ ഡിസൈനിലേക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ട്രെൻഡിലേക്ക് നമുക്കൊരു വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ കർവ് തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഈ ഓപ്ഷനിലേക്ക് വരുമ്പോൾ കിട്ടുന്ന മികച്ച കാര്യം എന്ന് പറയുന്നത് റേഞ്ചാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു ധൈര്യം, കുറേ വണ്ടികൾ ഉണ്ടാക്കിയിട്ട് വന്നപ്പോൾ ആ ഒരു ധൈര്യമായിട്ട് കാണുന്നത് ആ ഒരു റിയൽ ലൈഫിലെ റേഞ്ച് കൂടി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് വണ്ടി വാങ്ങാനുള്ള ആ ഒരു പേടി മാറി കിട്ടും, ആ ഒരു ആൻസൈറ്റി മാറി കിട്ടും. പിന്നെ 70 kW എന്ന് പറയുന്ന ആ ഒരു റിസീവിങ് കപ്പാസിറ്റിയോട് കൂടിയിട്ട് ആ ഒരു 45 മിനിറ്റിൽ 10% മുതൽ 80% ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളതും വണ്ടിയുടെ മികവുകളിൽ ഒന്നായിട്ട് കാണാം. അതുപോലെ 150 കിലോമീറ്റർ പോകാൻ വേണ്ടി 15 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി എന്ന് പറയുന്നത് ഓക്കെ, അതൊരു ടോക്കിങ്ങിന് വേണ്ടി പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. നമ്മളെന്തായാലും ഒരു അരമണിക്കൂർ ചാർജ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ചാർജ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. 50-50 വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗുണം എന്ന് പറയുന്നത് ഹാൻഡ്ലിങ്ങിലാണ്. കൂടാതെ ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരു ബെനിഫിറ്റ് തീർത്തുമുണ്ട്. ഇപ്പോൾ താഴെയാണല്ലോ ഒരു ബാറ്ററി ബാക്ക് വെച്ചുകൊണ്ട്, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി അതല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും മികവിലേക്ക് എത്തിയിരുന്നാലും ആ ഒരു 100%ലേക്ക് എത്തിയെന്നുള്ളത് സംശയമുണ്ട്. ഇനിയും ടാറ്റ മോട്ടോഴ്സിന് വരാനുണ്ട്, മുമ്പിലോട്ട് വരാനുണ്ട്. പിന്നെ ടാറ്റ കർവിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ, വാക്കറൗണ്ട് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് EV അല്ല, ഐസ് മോഡലിൽ ഇതിൻ്റെ കംപ്ലയിൻസ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമവും ടാറ്റ മോട്ടോഴ്സ് നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രിസ്മാറ്റിക് സെൽസ് ആണ് ഈ ഒരു ബാറ്ററിയുടെ ഒരു കാര്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ബാലൻസിങ് മികച്ചതാണെന്നാണ് അവർ പറയുന്നത്, അതൊരു കാര്യമാണ്. കൂടാതെ 7.2 kWh ചാർജറും അല്ലെങ്കിൽ കിലോവാട്ട് ചാർജറും അതുപോലെ സാധാരണ നമ്മൾ വീട്ടിൽ കുത്തുന്ന ചാർജറൊക്കെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ ചാർജിങ് ഓപ്ഷൻസും കൂടാതെ അത്യാവശ്യം നല്ല റേഞ്ചും അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി പ്രൈസ് പ്രൊപ്പോസലും കൂടി തരുമ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നല്ല ഒരു ചോയ്സായിട്ട് ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആളുകൾക്ക് പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്കൊരു ലോങ് ഡ്രൈവ് പോകേണ്ടതുണ്ട്, കുറച്ചും കൂടി ഒന്ന് കാര്യങ്ങൾ ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇതിൻ്റെ കൂടെ ലീവ് ചെയ്തിട്ട് ജീവിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ പറയാൻ പറ്റും. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ഇംപ്രഷനാണ്. എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയാനുള്ളത്. മികച്ച ഒരു വണ്ടിയാണ് കർവ് തന്നെ പറയാം. അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അപ്പോൾ കാലുകൊടുത്ത പാഞ്ഞ് കയറി പോകുന്ന ഫീൽഡിലൊരു വണ്ടി എന്നുള്ളത് വലിയ ഗുണമാണ് ഇലക്ട്രിക്കിൻ്റെ. അങ്ങനെ ചെയ്യുമ്പോൾ 3 മോഡുകളാണ്, ഈക്കോ അല്ലെങ്കിൽ സിറ്റി അല്ലെങ്കിൽ സ്പോർട്ട്. അപ്പോൾ ഈ മോഡൽ ഇടുമ്പോൾ നമുക്ക് വണ്ടിക്ക് വലിയ ആ ഒരു റേഞ്ചിൽ ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ചസ് വരുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ഇത്രയൊക്കെ കുന്തളിപ്പ് കാണിച്ച് ഓടിച്ചിട്ടും വീണ്ടും 207 കിലോമീറ്ററോളം റേഞ്ച് കാണുന്നത് ഞാൻ സ്പോർട്ട് മോഡ് ഇട്ടാണ് ഫുള്ളായിട്ട് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റേഞ്ചിൽ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഡ്രാസ്റ്റിക്കായിട്ട് ഇറങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ
ഒന്ന് കണ്ടറിയേണ്ട കാര്യമാണ്, ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ഓട്ടത്തിൽ കാണാൻ ഒരു കൗതുകമുള്ള വണ്ടി എന്ന നിലയ്ക്കാണ് ടാറ്റ കർവ് EV കാണുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ മറ്റ് ഫാമിലിയിലെ മറ്റ് വണ്ടികളിലെ ആ ഒരു ഫേസ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ക്ലൂസ് ഉള്ള ആ ഒരു പാർട്ട് ഷെയറിംഗ് ഉള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഫെമിലിയർ ആണെന്നുള്ളത് മറ്റൊരു ഗുണമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. രാജസ്ഥാനിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് കൈ കാണിച്ചു. അപ്പോൾ നമ്മൾ ചെക്കിങ്ങിനാണ് വിചാരിച്ചു, പക്ഷെ അങ്ങനെയല്ല. അവർക്കൊരു കള്ളനെയും കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് അവർ ജയിലിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന വഴിയാണ്, വണ്ടിയിനകത്ത് കൈ കാണിച്ചാൽ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇലക്ട്രിക് കാറാണോ, അവർ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് കാറിൽ കയറുന്നത്.